ഇവരുടെ ജീവിതം, ഇവരുടെ ഒന്നിച്ചാകൽ വലിയ രീതിയിലൊരു ആശ്വാസം നൽകിയതാണ് വയനാട്ടിലെ ദുരന്തമുഖത്ത്. ആ കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ കാഴ്ചകൾ കേരളം വളരെ ഹൃദയം നിറഞ്ഞുകൊണ്ട് സ്വീകരിച്ച കാഴ്ചകളാണ്. ഉറ്റവരെ എല്ലാം ഉരുളെടുത്ത ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തിയ ജെൻസൺ, ആ ജെൻസനാണെന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടം ജെൻസന്റെ ജീവൻ എടുത്തിരിക്കുകയാണ്. ശ്രുതി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. ടി സിദ്ദിഖ് MLA നമുക്കൊപ്പം ചേരുകയാണ്. ടി സിദ്ദിഖ്, എന്താണ് പറയേണ്ടതെന്നറിയില്ല, വാക്കുകൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ. എന്താണ് സ്ഥലത്ത് നിന്നും താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാ പരിശ്രമങ്ങളും നടത്തി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് വരെ സംസാരിച്ച് അവനെ എവിടെയെങ്കിലും കൊണ്ടുപോകാം, പോകാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൊണ്ടുപോകാം എന്നുള്ള കാര്യം ഉൾപ്പെടെ സംസാരിച്ചു വെച്ചതാണ്. പക്ഷേ എന്താ പറയാ, എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളത് പറയാൻ വയ്യാത്ത അവസ്ഥ. വല്ലാത്തൊരു വിധിയാണ്. ആ കുട്ടി ഒറ്റവരും ഉടയവരും പോയപ്പം ശ്രുതിയെ ഞങ്ങൾ ക്യാമ്പിൽ പോയപ്പോൾ ക്യാമ്പിലെ ആദ്യത്തെ മുറിയിൽ ശ്രുതിയുണ്ട്. ശ്രുതിയെ ആശ്വസിപ്പിച്ചും സംസാരിച്ചും വരുന്ന ആളുകളോട് സംസാരിച്ചും ജെൻസൺ ജെൻസൺ കാണിച്ച വല്ലാത്തൊരു ആത്മബലമുണ്ട്. ആ കുട്ടിക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല, ഞങ്ങളെല്ലാം വീണ്ടെടുക്കും, ഞങ്ങൾ ജീവിതം തുടങ്ങുകയാണ് എന്നുള്ള ഒരു സന്ദേശമാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജെൻസന്റെ മുഖത്തൂടെ ലോകത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രകാശം പകർന്നു നൽകിയത്. ഇന്ന് ആ പ്രകാശവും അണഞ്ഞിരിക്കുകയാണ്. ആ കുട്ടി എങ്ങനെ സഹിക്കും, എങ്ങനെ ഇതിനെ റിക്കവർ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇന്നലെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ്, എന്താണ്, കാണണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ എങ്ങനെ ഇത് അറിയിക്കും, എങ്ങനെ സംസാരിക്കും എന്നുള്ളത് അറിയില്ല. അതിജീവനത്തിന് പാടുപെടുന്ന ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് ഇത് ഒരു വല്ലാത്ത വേദനയുടെ ഒരു അനുഭവമാണ്. ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ സമാനമായ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിജീവിക്കാൻ പാടുപെട്ട് മുന്നോട്ട് പോകുന്ന സമയത്തുണ്ടായ ഒരു വല്ലാത്ത തിരിച്ചടിയാണ്, ഒരു വല്ലാത്ത വേദനയാണ്. ഇതെങ്ങനെ, എന്ത് പറയും, ആരോട് എന്ത് പറയും, എന്ത് സംസാരിക്കും, എങ്ങനെ ആശ്വസിപ്പിക്കും, ആ കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഈ മരണവിവരം എങ്ങനെ അറിയിക്കും, ആ പയ്യനെ എങ്ങനെ കുട്ടി കാണും, ഒന്നും അറിയില്ല. വല്ലാത്തൊരു സാഹചര്യമാണ്. ഒരു നിലയ്ക്ക് ഒന്നും പറയാൻ കഴിയാത്ത വല്ലാത്ത വേദനിക്കുന്ന ഒരു മുഹൂർത്തം. തീർച്ചയായും വ്യക്തമാണ് ആ വാക്കുകളിൽ. ദുരന്തമുഖത്തെ ഒരു അതിജീവന സന്ദേശമായിരുന്നു ആ കാഴ്ച. ജെൻസന്റെ അന്നത്തെ വാക്കുകൾ, ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജെൻസൺ നടക്കുന്ന ആ കാഴ്ചകൾ, വയനാട്ടിലെ ആ മഴയത്ത് കുടചൂടി ശ്രുതിയെ സംരക്ഷിച്ച് കൂടെയുണ്ടാകും, എന്നും ഞാൻ ഉണ്ടാകും ഇനി ശ്രുതിക്ക് എന്ന് പറഞ്ഞുള്ള ജെൻസന്റെ വാക്കുകൾ നമ്മളൊക്കെ കണ്ടതാണ്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ജെൻസൺ പറഞ്ഞ വാക്കുകൾ, ഇനി ഞാനാണ് അവൾക്ക് എല്ലാം, അച്ഛനും അമ്മയും അടക്കം കുടുംബത്തിലെ കുടുംബാംഗങ്ങളായ 9 പേരെ നഷ്ടപ്പെട്ടതാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ശ്രുതിക്ക്. ആ ശ്രുതിക്കിനി എല്ലാം ഞാനാണ്, ഞാനുണ്ടാകും ശ്രുതിക്കൊപ്പം എന്ന് പറഞ്ഞ ജെൻസൺ ഇന്ന് ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ശ്രുതി ഒരു വലിയ ചോദ്യചിഹ്നമായി ആളുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്, ഉറ്റവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. എങ്ങനെ ശ്രുതിയോട് ഇക്കാര്യം പറയുമെന്ന വലിയ സങ്കടകരമായ അവസ്ഥയിലാണ് ചുറ്റുമുള്ളവർ ഉള്ളത് എന്ന് ജനപ്രതിനിധികളടക്കം പറയുകയാണ്. എന്തായാലും ശ്രുതിയെ ചേർത്ത് നിർത്തണം, നമ്മുടെ സംവിധാനങ്ങളുടെ വലിയ ഉത്തരവാദിത്തമായി ശ്രുതി മാറുകയാണ്. ശ്രുതി തനിച്ചാകുന്നു ഈ ലോകത്തെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, ശ്രുതി ഇപ്പോൾ മറ്റൊരു ആശുപത്രിയിലാണ് ഉള്ളത്. ശ്രുതിയെ വിവരമറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നത്. ടി സിദ്ദിഖ് MLA അടക്കം പറയുന്നുണ്ടായിരുന്നു, ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് അടുത്തിപ്പോൾ ആരാണ് ഉള്ളത്? എന്തായാലും വലിയൊരു കടമ്പയായി മുന്നിൽ നിൽക്കുന്നത് ശ്രുതി എന്ന ശ്രുതിയുടെ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ വിട പറയുന്നു. ഇന്നലെ വൈകിട്ടാണ് ബസ്സും വാനും കൂട്ടിയിടിച്ചുള്ള അപകടം വയനാട്ടിൽ ഉണ്ടാകുന്നത്. നേർക്കുനേർ വന്ന് ഇടിക്കുകയായിരുന്നു വാഹനങ്ങൾ. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതാണ് ശ്രുതിക്ക് കാലിനാണ് പരിക്കേറ്റത്, ജെൻസന് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ടായിരുന്നു ആരോഗ്യനില ആശങ്കാകരമാണെന്ന്. ഇന്നിപ്പോൾ ജെൻസൺ
ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്, ഭൂമിയിൽ നിന്നും വിടവാങ്ങുകയാണ്. പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് ജെൻസൺ വിടവാങ്ങുമ്പോൾ ശ്രുതി തനിച്ചാകുന്നു എന്ന വലിയ യാഥാർത്ഥ്യം, ഉറ്റവരില്ലാത്ത ശ്രുതിക്കൊപ്പം ഇനി ശ്രുതിയെ ചേർത്ത് നിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം ആ സ്ഥലത്തെ ജനപ്രതിനിധികൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും മുന്നിലേക്ക് വരികയാണ്.